സൂപ്പർ സ്റ്റാർ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന ഒരേ ഒരു മുഖം രജനീകാന്തിൻ്റെതാണ്. എന്നാൽ അതിനു മുമ്പ് ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? തമിഴകത്തെ തന്നെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ, എന്തിന് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ MK ത്യാഗരാജ ഭാഗവതർ. ആകെ 14 സിനിമകളിൽ മാത്രം അഭിനയിച്ച് അതിൽ 9 സിനിമയും സൂപ്പർ ഹിറ്റാക്കിയ വ്യക്തി. അദ്ദേഹത്തിൻ്റെ സിനിമകൾ വർഷങ്ങളോളമാണ് തിയേറ്ററിൽ കിടന്നോടിയത്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മെഴ്സിഡസ് ബെൻസ് വാങ്ങിക്കുന്ന സിനിമാ നടൻ, കൊട്ടാരം പോലെ ഒരു വീട് വെച്ച് അതിൽ ആഡംബര ജീവിതം നയിച്ച വ്യക്തി, ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചിരുന്നത് 110 പവൻ തൂക്കമുള്ള 2 പ്ലേറ്റുകൾ. ഇന്നത്തെ മൂല്യം കണക്കാക്കിയാൽ ഒരു പ്ലേറ്റിന് 1 കോടിക്ക് മേൽ മൂല്യം വരും. ഇതിൽ നിന്ന് തന്നെ MK ത്യാഗരാജ ഭാഗവതർ ആരായിരുന്നു എന്നും അദ്ദേഹം നടത്തിയ ആഡംബര ജീവിതം എന്തായിരുന്നു എന്നും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ 1959 നവംബർ 1 അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 49 വയസ്സായിരുന്നു. മരിക്കുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലായിരുന്നു അദ്ദേഹം. ഒരു നാൾ അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുന്നു എന്നറിഞ്ഞാൽ ഓരോ സ്റ്റേഷനിലും ആളുകൾ തടിച്ചുകൂടുമായിരുന്നു അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തെ ഒന്ന് കാണാൻ ട്രെയിൻ തടഞ്ഞു നിർത്തിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവസാന നാളുകളിൽ അദ്ദേഹം സ്റ്റേഷനിൽ വന്നിരിക്കുമ്പോൾ ഒരു കുഞ്ഞുപോലും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതും ചരിത്രം. ഇതിനെല്ലാം കാരണം ഒരു കൊലപാതകമായിരുന്നു. ലക്ഷ്മികാന്തൻ എന്ന ഒരു പത്രപ്രവർത്തകന്റെ കൊലപാതകം. ഒരു കാലത്ത് ആഡംബരത്തിന്റെ പര്യായമായിരുന്ന MK ത്യാഗരാജ ഭാഗവതരുടെ ജീവിതം തകർന്ന കഥ. അത് ഒരു സിനിമയെ വെല്ലുന്ന കഥയാണ്. 1910 മാർച്ച് 1 തഞ്ചാവൂർ ജില്ലയിലെ മായാപുരം എന്ന സ്ഥലത്താണ് MK ത്യാഗരാജ ഭാഗവതർ ജനിക്കുന്നത്. സ്വർണ്ണപ്പണിക്കാരനായ കൃഷ്ണസ്വാമി ആചാര്യയുടെ ഏറ്റവും ഇളയ മകനായ അദ്ദേഹം ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടിലാണ് വളർന്നത്. നല്ലൊരു പാട്ടുകാരനാകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതിനാൽ പഠനത്തിൽ ശ്രദ്ധിക്കാതെയായി. അക്കാലത്ത് പാട്ടുപാടി ഉപജീവനം നടത്താം എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അതിനാൽ തന്നെ കൃഷ്ണസ്വാമി ആചാരി മകന്റെ തീരുമാനത്തെ എതിർത്തു. അച്ഛനും മകനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ ത്യാഗരാജ ഭാഗവതർ വീട് വിട്ടിറങ്ങുകയും ചെയ്തു. പലയിടങ്ങളിൽ പോയി ഭജന ചൊല്ലാൻ തുടങ്ങുകയും ചെയ്തു. മകന് സംഗീതത്തോടുള്ള അതിയായ താല്പര്യം തിരിച്ചറിഞ്ഞ കൃഷ്ണസ്വാമി പിന്നീട് മകനെ പിന്തുണയ്ക്കുകയും ചെയ്തു. അങ്ങനെയാണ് MK ത്യാഗരാജ ഭാഗവതർ കർണാടക സംഗീതം പഠിക്കുന്നത്. അത് നാടകത്തിലേക്കുള്ള വഴി തുറന്നു. നാടകത്തിൽ പാട്ടുപാടി അഭിനയിച്ചിരുന്ന ത്യാഗരാജ ഭാഗവതർ പിന്നെ സിനിമയിലേക്കും കാലെടുത്തു വെച്ചു. 1934 പാവലക്കൊടി എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച ത്യാഗരാജ ഭാഗവതർ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ തന്നെ സൂപ്പർ ഹിറ്റാക്കി. അഭിനയിച്ച 3ാമത്തെ സിനിമയിൽ തന്നെ പ്രൊഡ്യൂസറുമായി. തുടർന്നങ്ങോട്ട് ഹിറ്റുകളുടെ പരമ്പരയായിരുന്നു. തിരുനീലകണ്ഠർ, അംബികാപതി, സിദ്ധാമണി തുടങ്ങിയ സിനിമകൾ സൂപ്പർ ഹിറ്റായിരുന്നു. സിദ്ധാമണിയുടെ പ്രൊഡ്യൂസർ ആ സിനിമയിൽ കിട്ടിയ ലാഭം കൊണ്ട് മാത്രം മദ്രാസിൽ സിദ്ധാമണി എന്നൊരു തിയേറ്റർ തന്നെ പണിതു. ഇങ്ങനെയുള്ള സൂപ്പർ ഹിറ്റുകളിലൂടെ അദ്ദേഹം വലിയൊരു കൂട്ടം ആരാധകരെയാണ് നേടിയെടുത്തത്. അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിംഗ് സ്റ്റൈലും ഹെയർ സ്റ്റൈലും എല്ലാം വലിയ ട്രെൻഡായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുന്നു എന്നറിഞ്ഞ് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഓരോ സ്റ്റേഷനിലായിട്ട് തടിച്ചുകൂടിയത് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി. സ്റ്റോപ്പ് ഇല്ലാത്ത സ്റ്റേഷനിൽ ട്രെയിൻ തടഞ്ഞു നിർത്തിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തോടുള്ള ആരാധന എന്തുമാത്രമുണ്ട് എന്ന് തെളിയിക്കുന്ന ചില സംഭവങ്ങൾ കൂടിയാണ്. മറ്റൊരു റെക്കോർഡ് കൂടി അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. 1944 ദീപാവലി ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പടം റിലീസായി. ഹരിദാസ് എന്നായിരുന്നു ആ പടത്തിൻ്റെ പേര്. 3 വർഷമാണ് ആ പടം തിയേറ്ററുകളിൽ ഓടിയത്. ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ് റിലീസായ ചിത്രം ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷവും തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഇങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ തലകീഴായി മറിച്ച സംഭവം നടക്കുന്നത്.
1944 ഒരു കച്ചേരി കഴിഞ്ഞ് മടങ്ങി വരുന്ന MK ത്യാഗരാജ ഭാഗവതരെ തൻ്റെ മേഴ്സിഡസ് ബെൻസിൽ നിന്നിറക്കി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അക്കാലത്ത് റേഡിയോയിൽ രണ്ടാം ലോകമഹായുദ്ധം കേട്ടുകൊണ്ടിരുന്ന ആളുകൾ MK ത്യാഗരാജ ഭാഗവതർ അറസ്റ്റിലായി എന്ന വിവരം കേട്ട് ഞെട്ടി. അറസ്റ്റിലാകാൻ കാരണം കുറച്ചു നാൾ മുമ്പ് ലക്ഷ്മീകാന്തൻ എന്നൊരു പത്രപ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ കേസിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞാണ് MK ത്യാഗരാജ ഭാഗവതരെയും NS കൃഷ്ണനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. NS കൃഷ്ണൻ അക്കാലത്തെ പ്രശസ്തനായ ഒരു ഹാസ്യ നടനായിരുന്നു. ഇന്ത്യൻ ചാർലി ചാപ്ലിൻ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. രണ്ടുപേരും പ്രശസ്തിയുടെ നെറുകയിൽ നിൽക്കുമ്പോഴാണ് ഈ അറസ്റ്റ് സംഭവിക്കുന്നത്. ഇത് ആരാധകരെയെല്ലാം ഒരുപോലെ ഞെട്ടിച്ചു. ഇതിനാദ്യം ലക്ഷ്മീകാന്തൻ ആരാണെന്ന് അറിയണം. ഒരു നിയമ വിദ്യാർത്ഥിയായിരുന്നു CN ലക്ഷ്മീകാന്തൻ. വിദ്യാഭ്യാസത്തിന് ശേഷം തൻ്റെ ജീവിത സാഹചര്യങ്ങൾ കാരണം താൻ പഠിച്ച നിയമം അദ്ദേഹം നേർവഴിക്കായിരുന്നില്ല ഉപയോഗിച്ചിരുന്നത്. നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് ധാരാളം തട്ടിപ്പുകൾ നടത്തി ധാരാളം പണം ശേഖരിക്കാൻ തുടങ്ങി ലക്ഷ്മീകാന്തൻ. ഒടുവിൽ ഇയാൾ പോലീസ് പിടിയിലാകുന്നു. പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ച ഇയാളെ ആൻഡമാനിലെ ജയിലിലേക്ക് അയക്കുന്നു. 7 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ് ജയിൽ മോചിതനായ ഇയാൾ മദ്രാസിൽ വരുന്നു. ലക്ഷ്മീകാന്തൻ മദ്രാസിൽ വന്ന സമയം എന്ന് പറയുന്നത് തമിഴ് സിനിമാ ലോകത്തിൽ വളരെ മാറ്റങ്ങൾ വന്ന സമയമായിരുന്നു. പ്രത്യേകിച്ചും നിശബ്ദ സിനിമയിൽ നിന്ന് ശബ്ദ സിനിമയിലേക്ക് വന്ന സമയം. അക്കാലത്ത് എല്ലാവരുടെയും സംസാര വിഷയം സിനിമയായിരുന്നു. സിനിമയിൽ വന്ന മാറ്റങ്ങളെ പറ്റിയായിരുന്നു ജനങ്ങൾക്ക് സംസാരിക്കാൻ കൂടുതലും താല്പര്യം. ജനങ്ങളുടെ ഈ ആവേശം കൃത്യമായി ലക്ഷ്മീകാന്തൻ മനസ്സിലാക്കി. കുറുക്കു വഴികളിലൂടെ പണമുണ്ടാക്കി ശീലമുള്ള ലക്ഷ്മീകാന്തൻ ഈ അവസരത്തെ കൃത്യമായി മുതലെടുക്കാൻ തീരുമാനിക്കുന്നു. ഒരു സിനിമാ ജേർണലിസ്റ്റ് ആകുക എന്നതാണ് ആ സമയത്ത് പണമുണ്ടാക്കാൻ പറ്റിയ ഏക വഴി എന്ന് അയാൾ കൃത്യമായി മനസ്സിലാക്കുന്നു. അങ്ങനെ 1943 സിനിമാ ദൂത് എന്ന ഒരു ആഴ്ച പതിപ്പ് ആരംഭിക്കുന്നു. തുടക്കത്തിൽ സിനിമാ മേഖലയിൽ ഉള്ള വാർത്തകൾ മാത്രം അച്ചടിച്ചു വന്ന പത്രത്തിൽ പിന്നീട് അതിൻ്റെ നിലവാരം കുറയുന്നു. പിന്നീട് അങ്ങോട്ട് സിനിമാക്കാരുടെ ഗോസിപ്പുകൾ മാത്രമായി മാറി. സിനിമാ മേഖലയിലെ പലരുടെയും രഹസ്യബന്ധങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയാൻ തുടങ്ങിയപ്പോൾ സിനിമാ ദൂതിൻ്റെ വിൽപ്പന കൂടി. ഒപ്പം പണവും കുമിഞ്ഞുകൂടി. ലക്ഷ്മീകാന്തൻ്റെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു. അങ്ങനെ സിനിമാക്കാർക്കിടയിൽ ലക്ഷ്മീകാന്തൻ എന്ന പേര് ഒരു പേടി സ്വപ്നമായി. പലരും ഒന്നും തന്നെ ചെയ്യുന്നില്ലെങ്കിലും അവർ ലക്ഷ്മീകാന്തന് പൈസ കൊടുക്കാൻ തുടങ്ങി, അവരെക്കുറിച്ച് ഒന്നും പറയാതിരിക്കാൻ വേണ്ടി. കാരണം അക്കാലത്ത് ഒരാളെക്കുറിച്ച് ഗോസിപ്പ് വരുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. അത് അയാളുടെ കരിയറിനെ തന്നെ നശിപ്പിച്ചു കളയും. അതിനെ ഭയന്നാണ് എല്ലാവരും പണം കൊടുക്കാൻ തുടങ്ങിയത്. പക്ഷേ എല്ലാവരും ലക്ഷ്മീകാന്തനെ ഭയപ്പെട്ടിരുന്നില്ല. അതിൽ രണ്ടുപേരായിരുന്നു MK ത്യാഗരാജ ഭാഗവതരും NS കൃഷ്ണനും. ഇവർ ലക്ഷ്മീകാന്തൻ്റെ ഭീഷണിയിൽ വഴങ്ങിയില്ല. MK ത്യാഗരാജ ഭാഗവതരുടെയും NS കൃഷ്ണൻ്റെയും കാമകേളികൾ ഉടനെ വരുന്നുണ്ട് എന്ന് ലക്ഷ്മീകാന്തൻ്റെ ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ചു വന്നു. അങ്ങനെ ഭാഗവതർ ലക്ഷ്മീകാന്തൻ്റെ ആഴ്ചപ്പതിപ്പിന് വിലക്കേർപ്പെടുത്താൻ കോടതിയെ സമീപിച്ചു. സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരെ താറടിച്ച് കാണിക്കുന്ന സിനിമാ ദൂതിനെ കോടതി വിലക്കി. അങ്ങനെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ലക്ഷ്മീകാന്തൻ്റെ അടുത്ത നീക്കം. സിനിമാ ദൂതിലൂടെ വളരെയധികം പണം സമ്പാദിച്ചിരുന്ന ലക്ഷ്മീകാന്തൻ ആ പണം ഉപയോഗിച്ച് ഒരു പത്രം തന്നെ വിലയ്ക്ക് വാങ്ങി. ആ പത്രത്തിലൂടെ അയാൾ എഴുത്ത് തുടർന്നു. തൻ്റെ മാസികയ്ക്ക് വിലക്ക് വരുത്തിയ MK ത്യാഗരാജ ഭാഗവതരെയും NS കൃഷ്ണനെയും പറ്റി അദ്ദേഹം മോശമായി പത്രത്തിൽ എഴുതി. ഇപ്രാവശ്യം അയാൾ സിനിമാക്കാരെ മാത്രമല്ല ബിസിനസ്സുകാരെയും ടാർഗറ്റ് ചെയ്തു. അതിലൂടെ അയാൾ ധാരാളം പണം സമ്പാദിക്കുന്നു, കൂടാതെ ശത്രുക്കളെയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1944 നവംബർ 9 ആ ഞെട്ടിക്കുന്ന വാർത്ത വരുന്നത്. ലക്ഷ്മീകാന്തൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. അന്ന് പോലീസ് അന്വേഷണം ഇങ്ങനെയായിരുന്നു. ലക്ഷ്മീകാന്തൻ തൻ്റെ വക്കീലിനെ കണ്ടിട്ട് വരുന്ന വഴി വടിവേൽ എന്ന് പറയുന്ന വ്യക്തി വണ്ടി തടഞ്ഞു നിർത്തി ലക്ഷ്മീകാന്തനെ കുത്തുകയായിരുന്നു. കുത്തിയ ആളും കൂട്ടാളിയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു.
ലക്ഷ്മികാന്തൻ കുത്തിയ കത്തി ഊരി മാറ്റി അലറി വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് വടിവേൽ എന്ന് പറയുന്ന ആൾ തന്നെ കുത്തി എന്ന് മൊഴി കൊടുത്തിട്ടാണ് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോയത്. അപ്പോൾ അയാളുടെ പരിക്ക് അത്ര മോശമല്ലായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. ലക്ഷ്മികാന്തൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന രോഗികളും അദ്ദേഹത്തെ പറ്റി അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. അയാളെ കുത്തിയത് ആരാണെന്നും അയാൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ എന്താണെന്നും വ്യക്തമായി അയാൾ അവിടെ കിടന്ന രോഗികളോട് പറഞ്ഞിരുന്നു. അതായത്, അടുത്തിടെ തമിഴ്നാട്ടിൽ ഒരു കൊലപാതകം നടന്നിരുന്നു, അതിൽ ഒരു പ്രശസ്തയായ പാട്ടുകാരിക്കും പങ്കുണ്ടെന്നും അയാൾ പറഞ്ഞു. ഇതറിഞ്ഞാൽ തമിഴ് ലോകം ഞെട്ടും എന്നും അയാൾ പറഞ്ഞിരുന്നു. പക്ഷേ പിറ്റേ ദിവസം അറിയുന്നത് ലക്ഷ്മികാന്തൻ മരിച്ചു എന്നായിരുന്നു. ഇൻറ്റേർണൽ ബ്ലീഡിംഗ് നിർത്താൻ കഴിയാത്തത് കാരണമാണ് ലക്ഷ്മികാന്തൻ മരിച്ചത് എന്നാണ് ഹോസ്പിറ്റലുകാർ റിപ്പോർട്ട് നൽകിയത്. പക്ഷേ കുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ സ്വയം പോയി കേസ് കൊടുത്ത് തിരിച്ച് ഹോസ്പിറ്റലിൽ വന്ന് 2 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം മരിച്ചു എന്നത് ആർക്കും അത്ര വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിൽ ഉന്നതർക്ക് പങ്കുണ്ട് എന്നൊരു വാർത്ത പരന്നു. അങ്ങനെ പോലീസ് അന്വേഷണം തുടങ്ങി. അന്വേഷണത്തിന്റെ ഒടുവിൽ 5 പേർ അറസ്റ്റിലായി. അതിൽ 2 പേരായിരുന്നു MK ത്യാഗരാജ ഭാഗവതരും NS കൃഷ്ണനും. 2 പേരുടെയും പ്ലാനിങ്ങിന്റെ ഭാഗമായാണ് ലക്ഷ്മികാന്തൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 2 പേരും ജയിലിലായി. ജാമ്യം കിട്ടുന്നതിനായി 2 പേരും പല ശ്രമങ്ങളും നടത്തി. പക്ഷേ എല്ലാം വിഫലമായി. കേസ് നടത്തുന്നതിനായി 2 പേരും പണം വാരിക്കോരി ചെലവാക്കിയെങ്കിലും ഫലം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലക്ഷ്മികാന്തൻ വധക്കേസ് വിചാരണ തുടങ്ങി. തങ്ങൾ നിരപരാധികളാണെന്ന് തെളിയിക്കാൻ പല തെളിവുകളും സമർപ്പിച്ചു എങ്കിലും ഒന്നും ഫലം കണ്ടില്ല. കോടതി അവരെ ശിക്ഷിച്ചു. 2 പേർക്കും ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു. ഇതുകൂടാതെ ഭാഗവതരെ തേടി വേറൊരു പ്രതിസന്ധി കൂടി വന്നു. താൻ അഭിനയിച്ചിരുന്ന 6 സിനിമകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. അതിനാൽ അടുത്ത 12 സിനിമകൾ ഭാഗവതർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ കയ്യിൽ നിന്നും അഡ്വാൻസും കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു. ആ പ്രൊഡ്യൂസർമാർ എല്ലാവരും അഡ്വാൻസ് തിരികെ ചോദിക്കാൻ തുടങ്ങി. ഓൾറെഡി കേസ് നടത്തി കുറേയധികം പണം നഷ്ടപ്പെട്ടിരുന്ന ഭാഗവതരുടെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളകിയിരുന്നു. പ്രൊഡ്യൂസർമാർക്ക് തിരികെ പണം നൽകാൻ തൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് തന്നെ തൻ്റെ വീടും സ്വത്തുക്കളും വിറ്റ് അവർക്ക് പണം നൽകേണ്ടി വന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്നുള്ള ഭാഗവതരുടെ പെട്ടെന്നുള്ള വീഴ്ച അദ്ദേഹത്തിൻ്റെ മാനസിക നില തന്നെ തകരാറിലാക്കിയിരുന്നു. ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് കണ്ട MK ത്യാഗരാജ ഭാഗവതരും NS കൃഷ്ണനും കൂടി തങ്ങളുടെ കേസ് പ്രിവ്യൂ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. അതായത് ഇന്നത്തെ സുപ്രീം കോടതി. അന്നത്തത് ബ്രിട്ടീഷ് ഭരണമായതിനാൽ അവസാന തീരുമാനം എടുക്കുന്നത് ലണ്ടനിലെ പ്രിവ്യൂ കൗൺസിലായിരുന്നു. അതിനാൽ ഭാഗവതർക്ക് പിന്നെയും കുറെ കാശ് മുടക്കേണ്ടി വന്നു. അങ്ങനെ 3 മാസത്തെ വിചാരണയ്ക്ക് ശേഷം 2 പേരും 2 വർഷത്തെ ജയിൽവാസത്തിൽ നിന്ന് മോചിതരായി. പക്ഷേ ഒന്നും പഴയതുപോലെ ആയിരുന്നില്ല. MK ത്യാഗരാജ ഭാഗവതർ കെട്ടിപ്പൊക്കിയ തൻ്റെ സാമ്രാജ്യം 2 വർഷം കൊണ്ട് തകർന്ന് തരിപ്പണമായിരുന്നു. ആരാധകർ അദ്ദേഹത്തെ കൈവിട്ടു. സാമ്പത്തിക സ്ഥിതി പാടെ തകർന്നു. NS കൃഷ്ണൻ പഴയതുപോലെ സിനിമയിൽ സജീവമാകാൻ തുടങ്ങിയെങ്കിലും ത്യാഗരാജ ഭാഗവതർക്ക് അത് അത്ര എളുപ്പമല്ലായിരുന്നു. എന്നാൽ ഭാഗവതർക്ക് സിനിമയിൽ സജീവമാവാൻ അവസരമുണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് ആ അവസരത്തെ നശിപ്പിച്ചതും. അദ്ദേഹത്തിൻ്റെ ഹരിദാസ് എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ജയിൽ മോചിതനായതിനു ശേഷവും തിയേറ്ററുകളിൽ ഓടുന്നുണ്ടായിരുന്നു. അതിനാൽ പ്രൊഡ്യൂസർമാർ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. പക്ഷേ ജയിലിൽ കഴിഞ്ഞിരുന്നപ്പോൾ ഈ പ്രൊഡ്യൂസർമാർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പണം തിരികെ വാങ്ങിയത്. അതിനാൽ സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തി. ഞാൻ ഇനി സിനിമയിൽ അഭിനയിക്കുന്നില്ല. ബേസിക്കലി ഞാനൊരു സംഗീതജ്ഞനാണ്. അതിനാൽ സംഗീതത്തിലേക്ക് തന്നെ ഞാൻ തിരികെ പോകുന്നു. ഇതായിരുന്നു ആ പ്രഖ്യാപനം. പക്ഷേ അവിടെയും പ്രതിസന്ധികളായിരുന്നു. കൊലക്കേസിൽ ജയിലിൽ കഴിഞ്ഞവരോട് സഹകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പല പ്രശസ്തരായ സംഗീതജ്ഞരും മുന്നോട്ട് വന്നു. ഒരു കാലത്ത് ഭാഗവതരുടെ പിറകെ നടന്നവരാണ് ഇപ്പോൾ എതിർപ്പുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് ഭാഗവതരെ മാനസികമായി തളർത്തി. അതോടെ അദ്ദേഹം ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളിൽ കച്ചേരി നടത്താൻ തുടങ്ങി. ഒരു കാലത്ത് സിനിമാ ലോകം അടക്കി വാണിരുന്ന ഒരാൾ
ഈ സ്ഥിതിയിലെത്തിയത് അദ്ദേഹത്തിൻ്റെ ആരാധകരെയും വിഷമിപ്പിച്ചു. അങ്ങനെ ആരാധകരുടെ നിർബന്ധപ്രകാരം അദ്ദേഹം ആരോടും ചെന്ന് അപേക്ഷിക്കാതെ സ്വന്തമായി ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. ഹരിദാസ് എന്ന അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം 1948 പുറത്തിറക്കിയ രാജമുക്തി എന്ന സിനിമ വൻ പരാജയമായിരുന്നു. അതിനുശേഷം 1952 2 പടങ്ങൾ പുറത്തിറങ്ങിയെങ്കിലും അതൊക്കെ വൻ പരാജയങ്ങളായിരുന്നു. ആ സമയങ്ങളിൽ MGRും ശിവാജി ഗണേശനുമൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നത് കൊണ്ട് തന്നെ MK ത്യാഗരാജ ഭാഗവതരെ ജനങ്ങൾ മറന്നു തുടങ്ങിയിരുന്നു. ഇതിനോടകം തന്നെ പ്രമേഹം മൂലം ഭാഗവതരുടെ ആരോഗ്യവും ക്ഷയിച്ചിരുന്നു. ഒടുവിൽ പ്രമേഹം ബാധിച്ച് 1959 നവംബർ 1 അദ്ദേഹത്തിൻ്റെ 49-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നു. ഇതാണ് ഒരു കാലത്ത് സൂപ്പർ സ്റ്റാർ ആയിരുന്ന പിന്നീട് ഒന്നുമല്ലാതായി തീരുന്ന MK ത്യാഗരാജ ഭാഗവതരുടെ ജീവിതകഥ. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.